പിന്നെ വാട്സപ്പിൽ ഇപ്പം ഇന്നലെയും കൂടി ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് ചോറ് കിട്ടുന്ന പള്ളി ഏതാണെന്നുള്ളത്. അപ്പൊ അതാണ് മെയിൻ. ആ നാട്ടിൽ നോമ്പ് സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ചെറുപ്പം മുതലേ നോമ്പ് നോക്കാൻ തുടങ്ങിയാണ്. അത് നമ്മൾ പറയുമ്പോൾ തള്ളാന്ന് ചിലപ്പോൾ തോന്നുമെങ്കിലും തള്ളല്ലത്, നമ്മളുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അത് ചെറുപ്പം 3ാം ക്ലാസ് മുതലേ നോമ്പ് എടുക്കാൻ തുടങ്ങിയാണ്. നാട്ടിൽ നോമ്പ് എനിക്ക് ഭയങ്കര മിസ്സിംഗ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 2-3 കൊല്ലം ഫാമിലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. പക്ഷെ നാട്ടില് മെയിനായിട്ട് ഇതന്നെ നമ്മളെ മെയിനായിട്ട്. അപ്പം നമ്മളെ കടികള് മെയിനായിട്ട് എന്താണ്, നമ്മളെ പലഹാരങ്ങൾ നോമ്പ് മുറിക്കുമ്പോഴുള്ള എല്ലാ പലഹാരങ്ങളും ഉണ്ടാവും. കാരണം നമ്മൾ കണ്ണൂരായതുകൊണ്ട് കണ്ണൂരിൽ നിന്നുള്ള എല്ലാ വിഭവങ്ങളും ഫസ്റ്റ് നോമ്പ് മുറിക്കുമ്പോൾ ഒരു 4-5 കടികളും പിന്നെ ഫ്രൂട്ട്സ്. അതാണ് എൻ്റെ മെയിൻ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. മെയിൻ സംഭവം നോമ്പ് മുറിയാണ്, നോമ്പ് തുറ, നോമ്പ് മുറി, അതാണ് മെയിൻ സംഗതി വരുന്നത്. പിന്നെ ഗൾഫിലെ നോമ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മള് പിന്നെ വാട്സപ്പിൽ ഇപ്പം ഇന്നലെയും കൂടി ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് ചോറ് കിട്ടുന്ന പള്ളി ഏതാണെന്നുള്ളത്. അപ്പൊ അതാണ് മെയിൻ. ചോറ് പിന്നെ ഫുഡ് ഹണ്ടിങ്, അത് എവിടെയൊക്കെയാണ് ഫ്രീ ആയിട്ട് ചോറ് കിട്ടുന്നത്. 4 നോമ്പിൽ ഇപ്പൊ ഇന്ന് നമ്മൾ ഷാർജ മോസ്കിൽ പോയി, ഇന്നലെ നമ്മൾ റാഷിദിയയിൽ പോയി, മിഞ്ഞാന്ന് നമ്മള് പിന്നെ കരാമയിൽ പോയി. കരാമയിൽ മറ്റേ ഇതിന്റെ അടുത്തുള്ള ബസ് സ്റ്റേഷന്റെ അടുത്തുള്ള പള്ളിയിൽ പോയി. അവിടെ ആ സെയിൽസിലായതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങള് അറിയുന്നതുകൊണ്ട് പിന്നെ എല്ലായിടത്തും എത്തിച്ചേരുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് പക്ഷെ കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു. പക്ഷെ വേറൊരു സംഗതി, നമുക്ക് കൂടുതലും പിന്നെന്താ പറയാ ഇബാദത്ത് ചെയ്യാൻ ഇവിടെ കുറച്ചും കൂടി കൂടുതൽ ഇതുള്ള പോലെ എനിക്ക് തോന്നി. കാരണം വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിസ്കാരം ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം. അതാണ് ആ ഒരു സംഗതി.